ഇപ്പോൾ രാഹുലിനെതിരെ മൂന്നാമത് വന്നിരിക്കുന്ന ഒരു പരാതി, അതായത് രാഹുൽ പലവട്ടം ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ പരാതിയുടെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ എല്ലാ തെളിവുകളും ഹാജരാക്കി അല്ലെങ്കിൽ എവിഡൻസുകളും ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ആ പരാതിയുടെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതായത് ഗർഭിണിയാക്കിയെന്ന ആരോപണമല്ല, ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയ സമയത്ത് ആ പെൺകുട്ടി അത് രാഹുലിൻ്റെതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് നാളെ കാലത്തെ ആവശ്യമായി വന്നു. അതായത് രാഹുൽ കാണിച്ച ചതി മനസ്സിലാക്കി രാഹുൽ രക്ഷപ്പെടേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഗർഭചിത്രം നടത്തിയെങ്കിലും അതിൻ്റെ DNA ഉൾപ്പെടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ആരോപണം ശരിയെന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം അവിടെ ഇനിയും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ഞാനീ പറഞ്ഞാൽ, കോൺഗ്രസിന് ആരെ മത്സരിപ്പിച്ചാലും കോൺഗ്രസിന് എന്തു പറഞ്ഞ് മത്സരിക്കും? കോൺഗ്രസിന് അവിടെ മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോൺഗ്രസിന് മത്സരിച്ചേ മതിയാവും ആ സ്ഥാനത്ത്. അതുപോലെ കോൺഗ്രസിന് ഇപ്പം അവിടെ മത്സരിപ്പിക്കാൻ, ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആകെ ഉള്ളത് ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ഷാഫി പറമ്പിലിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു MP, ഇപ്പം മൊത്തത്തിലുള്ളൊരു പ്രശ്നം എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ രാജ്ഭവൻ എടുത്താൻ പറഞ്ഞില്ല, ഒരു MP മത്സരിക്കേണ്ട, ആ കീഴ്വഴക്കം വേണ്ട, MP രാജിവെച്ചിട്ട് MLA-മാരായിട്ട് മത്സരിക്കുന്ന കീഴ്വഴക്കം വേണ്ട, അങ്ങനെ ഉണ്ടാവേണ്ട. വേറെ ആൾക്കാർ ഇവിടെ മത്സരിക്കാനുണ്ടല്ലോ, ജയിപ്പിക്കാൻ കഴിയുന്ന രീതി അല്ലെങ്കിൽ ജയിച്ചു വരാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ആ MP-മാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ട. അപ്പം ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നാൽ അവിടെ ഒരുപക്ഷെ മത്സരിപ്പിക്കാം.